ഇറാന്റെ ആക്രമണത്തിൽ ഒന്ന് പതറിപ്പോയ അമേരിക്ക സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കാൻ പോകുന്ന ഒരു സംശയം. ഡൂംസ്ഡേ മിസൈലുമായിട്ടാണ് രംഗത്തിറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിൽ ഉപയോഗിച്ചതിനേക്കാൾ വലിയ ശക്തിയുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണോ? ഇത് ആണവായുധം വഹിക്കുന്ന മിസൈലാണ്. ലോകത്ത്, അതായത് അമേരിക്കയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ലോകത്ത് എവിടെയും എത്താവുന്ന മിസൈലാണ് ഇത്. ഡൂംസ്ഡേ മിസൈൽ എന്ന് അതുകൊണ്ടാണ് ഇതിന് പേര്. ഡൂംസ്ഡേ എന്ന് പറഞ്ഞാൽ അന്ത്യവിധി ദിവസം, ലോകം അവസാനിക്കുന്ന ദിവസം, അതാണ് ഡൂംസ്ഡേ എന്ന് പറയുന്നത്. ശരിക്കും ഈ മിസൈലിൻ്റെ പേര് മൈന്യൂട്ട് മാൻ 3 എന്നാണ്. അതിൻ്റെ പരീക്ഷണ ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നു. വിജയകരമായി മൈന്യൂട്ട് മാൻ 3 ഡൂംസ്ഡേ മിസൈൽ വിക്ഷേപിക്കുന്നത് എപ്പോഴാണ്? ഇറാനുമായി അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം. അത് ഇറാനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് ഇട്ടതിന് സമാനമായ ഒരു സന്ദേശം. വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടിയിരുന്ന പരീക്ഷണങ്ങളാണ് ഈ ഡൂംസ്ഡേ മിസൈലിൽ അമേരിക്ക ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ICBM ആണ് അത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്കും ഒക്കെ കടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് പരീക്ഷിച്ചത് ചൊവ്വാഴ്ചയാണ്. ഇതിന് 2 ടെസ്റ്റ് റീ എൻട്രി വെഹിക്കിൾസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വാൻഡൻബർഗ് സ്പേസ് ഫ്രീ ബേസ് കാലിഫോർണിയയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. 2 റീ എൻട്രി വെഹിക്കിൾസ് ഇതിലുള്ളത് 1000കണക്കിന് മൈൽ അകലെ ഖ്വാജ ടെയ്ൻ അറ്റോൾ വരെ ഇത് സഞ്ചരിച്ചു. എന്ന് പറഞ്ഞാൽ ഖ്വാജ ടെയ്ൻ എന്ന് പറയുന്നത് ദ്വീപാണ്, മാർഷൽ ഐലൻഡ്സിലെ ഒരു ഉപദ്വീപാണ് ഖ്വാജ ടെയ്ൻ എന്ന് പറയുന്നത്. അവിടം വരെ പോയി. മൈലുകൾ താണ്ടി, 1000കണക്കിന് മൈലുകൾ താണ്ടി അവിടം വരെ ചെന്നു. ഇത് അതായത് 2025 നവംബറിലും ഇതിൻ്റെ ഒരു പരീക്ഷണ ലോഞ്ച് ഡൂംസ്ഡേ മിസൈലിൻ്റെ നടന്നിരുന്നു. ഇപ്പോൾ ഈ ഇറാനുമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വാഴ്ച ഡൂംസ്ഡേ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി. ഇത് 13,000 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. വിക്ഷേപിച്ചാൽ 13,000 കിലോമീറ്റർ അകലെ വരെ ചെല്ലും. ആണവ മിസൈലാണ്, ആണവ സ്ഫോടകങ്ങൾ വഹിക്കുന്നതാണ് മിസൈല്. ഇതിൻ്റെ അകത്ത് 3 സ്വതന്ത്ര സ്ഫോടകങ്ങൾ വയ്ക്കാം. ഒറ്റ സ്ഫോടകം മാത്രമല്ല, 3 സ്വതന്ത്ര സ്ഫോടകങ്ങൾ ഇതിന് വഹിക്കാൻ പറ്റും. ആ 3 സ്വതന്ത്ര സ്ഫോടകങ്ങൾക്ക് വെവ്വേറെ ദിശയിലേക്ക് പോകാനും പറ്റും. ഇത് മിസൈൽ ഇങ്ങനെ പോകുന്നു, ആ പോകുന്ന ദിശയിൽ മാത്രം ആണ് സ്ഫോടകം പോവുക എന്ന് ധരിക്കരുത്. ആ 3 സ്ഫോടകങ്ങൾക്കും 3 ദിശകളിലേക്ക്, 3 സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ മൈന്യൂട്ട് മാൻ 3 എന്ന് പറഞ്ഞ ഡൂംസ്ഡേ മിസൈലിൽ ഒരു ആണവ സ്ഫോടകം മാത്രമേ വഹിക്കുകയുള്ളൂ. 3 എണ്ണം വഹിക്കാൻ കഴിയുമെങ്കിലും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ടൊരു ആണവ കരാറുണ്ട്. ആണവ സ്ഫോടകങ്ങൾ കുറച്ചു കൊണ്ടുവരുന്ന കരാർ. 2 രാജ്യങ്ങളും തമ്മിൽ അവരുടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുടെയൊക്കെ എണ്ണം കുറച്ചു, വിന്യാസമൊക്കെ കുറച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ 1 വഹിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ധാരാളം മതിയല്ലോ. ഇത് ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ, വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിക്കൊക്കെ റേഡിയേഷൻ, വികിരണം സംഭവിക്കും. ഈ ഭൂഖണ്ഡാന്തരമാണല്ലോ, പോകുന്ന വഴിക്ക് എല്ലാ രാജ്യത്തിലേക്കും വികിരണം എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി കൊടുത്തിട്ടാണ് പോവുക. ഈ ഭൂമി പിന്നീട് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളാതാകും. അതാണ് ഈ ഡൂംസ്ഡേ മിസൈൽ എന്ന് പറയുന്നത്. ലോകം തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണല്ലോ ഡൂംസ്ഡേ എന്ന് പറയുന്നത്. ഇത് ഇറാന് ഒരു സന്ദേശം ആയിട്ടാണ് കരുതുന്നത്.
ഈ ഇറാൻ അവസാനം കൈ എന്ന നിലയിൽ ഒരുപക്ഷെ ആണവായുധം പോലും പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആണവായുധം നിർമ്മിച്ചു എന്നതിന് ഇപ്പോഴും കൃത്യതയില്ല. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈലുകൾ തുരങ്കത്തിൽ സൂക്ഷിച്ചു വെച്ചത്. അത്രയും അവർക്ക് സാധിക്കുമെങ്കിൽ ഫൊർദോയിലും നദാൻസിലും ആക്രമണം നടത്തിയിട്ടും ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയില്ല. അന്ന് ബങ്കർ ബസ്റ്റർ മിസൈലൊക്കെ ഉപയോഗിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ തകർത്തു, ഇനി അവരുടെ ശക്തിയില്ല എന്നുള്ള. പക്ഷെ അപ്പോഴൊക്കെയും അയത്തുള്ള അലി ഖമനേയി ജീവനോടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞിരുന്നു ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക ഈ ആണവായുധം പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ശക്തമായ തിരിച്ചടി, അത് മിസൈലോ ബോംബോ ഒന്നും വെച്ചിട്ടായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു എന്നല്ലേ? നല്ല ചോദ്യം ആണത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അണുബോംബ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണല്ലോ ഇറാന്റെ കാര്യത്തില്. കാരണം 90% 90% സമ്പുഷ്ടീകരണം വേണം. 450 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം കയ്യിലുണ്ടെങ്കിൽ 10 ബോംബ് ഉണ്ടാക്കാം, അണുബോംബ്. അപ്പോ ഇനി ആ അണുബോംബ് ഇറാന്റെ കയ്യിലില്ല എന്നിരിക്കട്ടെ, എങ്കിൽ തന്നെ ഡൂംസ്ഡേ മിസൈൽ ഇറാനിലേക്ക് അയക്കേണ്ടതില്ല അമേരിക്കയ്ക്ക്. ഈ പാകിസ്ഥാന്റെ കയ്യിലുള്ള അണുബോംബില്ലേ, അത് ശരിക്കും ആരുടെ കയ്യിലാണുള്ളത്? അമേരിക്കയുടെ കയ്യിലാണ്. പാകിസ്ഥാന്റെ കിരാന ഹിൽസിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന അണുബോംബ്, അതിന്റെ മൊത്തം കാവലും കാര്യങ്ങളും അമേരിക്കയുടെ കയ്യിലാണ്. അത് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാവുന്നതല്ലേ? ഏത് നിമിഷവും ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ അമേരിക്കയുടെ എയർ സ്പേസ് വ്യോമമേഖല പാകിസ്ഥാന്റെ വ്യോമമേഖല അമേരിക്ക ഈ യുദ്ധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞു എന്ന് IRGC ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ IRGCയുടെ ഒരു കമാൻഡർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏത് നിമിഷവും ഞങ്ങൾ പാകിസ്ഥാനിലേക്കും മിസൈൽ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാതെ കെണിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലുള്ള അണുബോംബ് പാകിസ്ഥാനെ കൊണ്ട് ഇറാനിൽ ഇടിച്ചാൽ മതിയല്ലോ ഒരു നിർണായക ഘട്ടത്തിൽ. ഈ യുദ്ധം ഇങ്ങനെ പോകുന്ന പല ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും അതിന്റെ അപഖ്യാതി പീക്കിൽ, പക്ഷെ ആ ഇടുന്നതിന്റെ അപഖ്യാതി മുഴുവൻ പാകിസ്ഥാന്റെ തലയിലിരിക്കും. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബേസുകൾ ഒന്നും തന്നെ അമേരിക്കയ്ക്ക് ആക്രമണത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല എന്ന്. അത് പറയുന്നുണ്ടെങ്കിൽ പോലും കാലങ്ങളായിട്ട് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ശത്രുതാ മനോഭാവം എല്ലാവർക്കും അറിയാം. എന്തിന് ഇന്ത്യക്ക് സഹായമായിട്ട് ഇറാൻ പലപ്പോഴും പാകിസ്ഥാനെതിരെ നിന്നിട്ടുമുണ്ട്. ഇവിടെ ഇറാൻ ഇപ്പോഴും ആക്രമണം നടത്തുമെന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. കാരണം ഇനിയുള്ള ആക്രമണം ഒരു ചെറിയ ആക്രമണമല്ല, രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണത്തിന് ഇറാൻ വരുമെന്ന് ഇസ്രയേലും ഭയപ്പെടുന്നുണ്ട്. അതല്ലാത്ത പ്രശ്നമുണ്ടല്ലോ. കാരണം സൗദിയും പാകിസ്ഥാനും തമ്മിൽ 2025 സെപ്റ്റംബറിൽ പരസ്പര സഹകരണ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിനെ ആക്രമിച്ചാൽ മറ്റേ രാജ്യത്തിനെ ആക്രമിച്ചതായിട്ട് കരുതും എന്നാണ്. സൗദിയെ ഇറാൻ ആക്രമിച്ചപ്പോ ഓൾറെഡി യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു ആണല്ലോ ആ കരാർ പ്രകാരം. അപ്പൊ പാകിസ്ഥാൻ സൗദിക്ക് വേണ്ടി തിരിച്ചടിക്കേണ്ട ഒരു ബാധ്യത പാകിസ്ഥാനുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ സൗദി കൈയും കെട്ടി നോക്കിയെന്നാണ്. അതെന്താന്ന് വെച്ചാൽ സൗദിക്ക് സേനയൊന്നും ഇല്ലല്ലോ. സൗദിക്ക് പണമാണുള്ളത്. സൗദിക്ക് കൊടുക്കാവുന്നത് പണമാണ്. സൗദി പണം കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കരുതാനും പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ ഏത് സമയവും പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ. ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഇന്ത്യക്ക് തോന്നുന്ന സമയത്ത് മറ്റേ യോഗി ആദിത്യനാഥ് പോയിട്ടേ മറ്റേ ദിയോബന്ദ് മദ്രസയിൽ പോയിട്ട് അവിടുത്തെ മേധാവിയെ കൊണ്ട് വിളിപ്പിച്ചാൽ മതിയല്ലോ അഫ്ഗാനിസ്ഥാനിലേക്ക്. അത് കൈകാര്യം ചെയ്ത് അങ്ങനെ പൊക്കോളും. പക്ഷെ സൗദിയെ സഹായിക്കേണ്ട ഭയങ്കരമായ ബാധ്യത കാശ് മേടിച്ചിട്ടേ, സൗദിയിലെ മുതലാളി കാശ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നി ഇന്ന് ഈ തച്ചിന് പണിയാൻ പറ്റില്ല എന്ന് പാകിസ്ഥാന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തേ പറ്റുള്ളൂ. ഓൾറെഡി ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ. അതെപ്പോ എന്നുള്ള ഇറ്റ് ഇസ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം. എപ്പോഴാണെന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. വ്യോമ മേഖല ഉപയോഗിച്ച് കഴിഞ്ഞു
എന്നാണ് പറയുന്നത്. ഇത്രയും വിമാനം ഗൾഫിൽ എങ്ങനെ എത്തി? പാകിസ്ഥാൻ വഴിയും കൂടി ആയിരിക്കില്ലേ? അതെ. പാകിസ്ഥാനിൽ ചിലപ്പോൾ ചെന്ന് റീഫ്യൂവലും ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഉപയോഗിച്ചു എന്ന് IRGC ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ വ്യോമമേഖല ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ തന്നെ സൗദിയെ സഹായിക്കേണ്ട ബാധ്യത പാകിസ്ഥാനുണ്ട്. അപ്പോൾ പാകിസ്ഥാനോട്, മുനീറിനോട് ട്രംപ് പറയാണ്, താൻ കൊണ്ടുപോയി അണുബോംബിൽ ഒരെണ്ണം അവിടെ ആ ടെഹ്റാനിൽ കൊണ്ടുപോയി ഇട് എന്ന് പറഞ്ഞാൽ മുനീർ ചെയ്യണ്ടേ? അങ്ങനെ പല പ്രശ്നങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ഡൂംസ്ഡേ മിസൈൽ വിക്ഷേപിച്ചിട്ട് വിജയകരമായി വിക്ഷേപിച്ചു. ഇത് ഈ യുദ്ധത്തില് ഒരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ എന്തും ചെയ്യും എന്നൊരു മുന്നറിയിപ്പാണ്. അപ്പോൾ വലിയ സമ്മർദ്ദങ്ങളാണ് ഇറാന്റെ മുകളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾ നിരുപാധികമായിട്ട് ഈ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാം എന്ന് പറയുന്നത് എന്ന് നോക്കുകയാണ് ട്രംപ്. ഇതിനകത്ത് ഇപ്പോൾ ഇറാൻ ഈ ക്ലസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, ക്ലസ്റ്റർ ബോംബ് കൊടുക്കണമെങ്കിൽ ഈ റഷ്യയുടെയോ ചൈനയുടെയോ ഒരു സഹായം കിട്ടാൻ സാധ്യത. കാരണം സ്വന്തമായിട്ട് അവർക്ക് നിർമ്മിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഇല്ല. അപ്പം അതുകൊണ്ട് ഇറാൻ എങ്ങോട്ടാണ് ആക്രമിക്കുന്നത് സംശയമുണ്ട്. ഇപ്പം അമേരിക്കൻ ബേസുകൾ എന്ന് പറഞ്ഞിട്ട് GCC രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ജലശുദ്ധീകരണ പ്ലാന്റുകളെ ആക്രമിക്കുന്ന ഒരു തന്ത്രം അവർ സ്വീകരിച്ചാൽ 2 ആഴ്ച കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ളം മുട്ടും. എന്ന് പറഞ്ഞാൽ 10 ദശലക്ഷത്തിലധികം ആളുകൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അതിനെയൊന്നും പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മിസൈൽ ഞങ്ങൾ പരീക്ഷിച്ചു, നിങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളൊരു വാണിംഗ് കൊടുക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് യുദ്ധമായതുകൊണ്ട് എനിക്കുള്ള സംശയം, ഇപ്പൊ സൈപ്രസിലേക്ക് മിസൈൽ പോയി, തുർക്കിയിലേക്ക് മിസൈൽ പോയി, അസർബൈജാനിലേക്ക് മിസൈൽ പോയി. ഇതൊക്കെ ഇറാന്റെ തലയിലാണ് ഇരിക്കുന്നത്. ഇറാൻ അയച്ചു എന്നാണ് പറയുന്നത്. അതെ, ഇറാൻ പറയുന്നത് ഞങ്ങൾ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇറാന്റെ തലക്കിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇറാൻ തന്നെ അയച്ചതാകണമെന്നില്ലല്ലോ. അപ്പൊ കുറ്റം മുഴുവൻ ഇറാന്റെ തലയ്ക്ക് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുക, അങ്ങനെയും സംഭവിക്കാം യുദ്ധത്തിൽ. ഈ രാജ്യങ്ങളെയൊക്കെ ഇറാനെ എതിരാക്കാൻ അമേരിക്കയോ ഇസ്രയേലോ അയച്ചതാകാനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. യുദ്ധമല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.